ചിലപ്പം ആളുകൾ പറയും അവനൊന്നും കഴിക്കത്തില്ല, അവന് വിശപ്പില്ലെന്ന്. അവന് വിശക്കാൻ എങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കുത്തിക്കയറ്റി കഴിച്ചാൽ പിന്നെ എങ്ങനെ അവന് വിശക്കാം? ഇവരൊന്ന് വിശക്കട്ടെ. അവന് ഒരു ദിവസം ഒന്ന് കൊടുക്കാതിരുന്ന് നോക്ക്. കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിശപ്പുണ്ടെന്നുള്ളത് അറിയും. നമുക്ക് വീണ്ടും വീണ്ടും ചിലർക്കുണ്ടല്ലോ, എത്ര കിട്ടിയാലും പിന്നെ എന്താണ്? വിശപ്പാണ്. ഭൗതികമായ നിലയിൽ അങ്ങനെ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ശരിയല്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും ആഴവും ഉയരവും ഒക്കെ അറിയുന്ന കൂട്ടത്തിൽ അതിനൊന്നും ഒരു ലിമിറ്റൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എത്ര വിശന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ പ്രശ്നം അതിനൊരു വിശപ്പേ ഇല്ല എന്നുള്ളതാണ്. ചർച്ചിൽ വരുന്നത് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രാർത്ഥനാപേക്ഷകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേരെ പറയുന്നത്, ബ്രദറെ കർത്താവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം? അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ. എല്ലാവരുടെയും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ടി വിയിലെ പ്രോഗ്രാം കണ്ടിട്ട് ചിലർ ഫോൺ ചെയ്യുന്നത് തന്നെ, ഹലോ പ്രാർത്ഥനാ വിഷയമല്ലേ എന്താ പ്രാർത്ഥനാ വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മനസ്സിൽ മുഴുവൻ എന്താണ്? ഈ ഭൗമികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മീകമായ കാര്യത്തെക്കുറിച്ച് ആത്മാവിലെ ദാരിദ്ര്യം നമ്മൾ അറിയുന്നില്ല. ആത്മീക കാര്യം സഭ കൈകാര്യം ചെയ്യുന്നത് ആത്മീക പ്രശ്നങ്ങളല്ല. സഭയിൽ വന്നാലും അത് ഫീൽ ചെയ്യത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ ഇങ്ങനെയുള്ള ആത്മീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. മിക്ക എസ്റ്റാബ്ലിഷ് ചർച്ചസിൻ്റെയും പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കെട്ടിടം പണിയുന്നത്, ശവക്കോട്ട വാങ്ങിക്കുന്നതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത്. പിന്നെ ലോകത്തിൽ മാന്യത ഉണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസും ഒരു പെർഫോമൻസ് പോലെ, ഒരു റോട്ടറി ക്ലബിൻ്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് യേശുവേ സ്തോത്രം എന്നൊക്കെ പറയുന്നതെന്നുള്ളതല്ലാതെ റോട്ടറി ക്ലബിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇന്ന് മിക്ക സഭകൾക്കും ഇല്ലാതെ വന്നിരിക്കുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്റ്റേജ്. എന്നാൽ അവിടെ പറയുന്നത് എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണം, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു വരികയും. 17-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന വാക്യം അതാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ എല്ലാം, അവസാനത്തെ വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് ഒരാൾ പറഞ്ഞ ഒരു വാചകം ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ചർച്ച് ഗ്രോത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾ സഭയിൽ വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച് ഗ്രോത്ത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, യുവർ ചർച്ച് ഈസ് ഗ്രോയിങ് നോട്ട് വെൻ യുവർ ചർച്ച് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ, ചർച്ച് ഹാൾ ഈസ് നോട്ട് ഫുൾ ഓഫ് പീപ്പിൾ. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ സഭാ ഹോള് ആളുകളെ കൊണ്ട് നിറയുമ്പോഴല്ല, റാദർ ദ പീപ്പിൾ ഇൻ യുവർ ചർച്ച് ഹാൾ ഈസ് ഫിൽഡ് വിത്ത് ജീസസ്. സഭാഹോളിൽ ആളുകൾ നിറയുമ്പോഴല്ല സഭ വളരുന്നത്. പ്രത്യുത സഭാഹോളിലെ ആളുകളിൽ ക്രിസ്തു നിറയുമ്പോഴാണ് സഭ വളരുന്നത്. സഭാഹോളിൽ ആൾ നിറയുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. സഭകളിൽ ആൾ നിറയട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സഭാഹോളിൽ ആൾ നിറയുമ്പോൾ ആ ആളുകളിൽ ക്രിസ്തു നിറയുന്നെന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഒരു സഭയുടെ ദൗത്യം. അതാ പൗലോസ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന അതിന് വേണ്ടിയാ. നിങ്ങൾക്ക് ഒരു നല്ല സഭാഹോൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല പൗൽ പറയുന്നത്. നിങ്ങൾക്ക് ശവക്കോട്ട, ഇപ്പം ചിലർക്ക് ശവക്കോട്ടയാണ് ഏറ്റവും വലിയ പ്രശ്നം. ബ്രദറെ ശവക്കോട്ട ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, ചത്തു കഴിഞ്ഞുള്ള അല്ലേ മിക്കവാറും ഉള്ള ആളുകൾ. എൻ്റെ ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ ചത്താലെ അവിടെ കുഴിച്ചിടും. ആദ്യം ഒന്ന് ചത്തുതാ, കുഴിച്ചിടുന്നതായിരിക്കും നമ്മളെ ഏതാണെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും, നമ്മുടെ നാട്ടിലല്ല, ശവം കുഴിച്ചിടാൻ പറ്റാതെ 3-4 ദിവസമൊന്നും ആരും വെച്ചിട്ടൊന്നുമില്ല, മോർച്ചറിയിലല്ലാതെ. എവിടെയെങ്കിലും കുഴിച്ചിടും. എവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ചിലർ ഇവിടെ നല്ല അടക്കം കിട്ടിയില്ലെന്ന്. നല്ല അടക്കം കിട്ടാനല്ല, നല്ല ഉയിർപ്പ് കിട്ടാനാണ് നോക്കേണ്ടത്. അല്ലാതെ എവിടെ കുഴിച്ചിട്ടാലും എന്തോ ചെയ്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ കിട്ടുന്ന ഏറ്റവും നല്ല ഉയിർപ്പ് പ്രാപിക്കണം. അതാണ് വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. നല്ല അടക്കമല്ല പ്രധാനം, എന്താണ്? നല്ല ഉയിർപ്പ്. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം. എന്താണ്? ക്രിസ്തു നമ്മളിൽ വിശ്വാസത്താൽ വസിക്കേണ്ടത്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുക. വിശ്വാസം നമ്മൾ രാവിലെ പറഞ്ഞല്ലോ. എന്താണ് വിശ്വാസത്താൽ വസിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമ്മൾ ഇല്ലാതെ ആയിട്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്ന. അത് 24/7 366 ഡേയ്സിൽ നടക്കേണ്ട കാര്യമാണ്. വിസിറ്റിംഗ് അല്ല, വസിക്കുകയാണ്. കർത്താവ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിസിറ്റ് ചെയ്യേണ്ടതിനല്ല, എന്തിനാണ്? വസിക്കണം. എപ്പോഴും ക്രിസ്തു, എല്ലാത്തിനും ക്രിസ്തു. ഹൃദയങ്ങളിൽ വസിക്കുക. ഹൃദയത്തിൽ വന്നാൽ പോരാ, ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ക്രിസ്തുവിനെ സഭയ്ക്ക് തന്നിരിക്കുന്നു. തന്നത് വിട്ടുകളയരുത്. ഇത്രയും വലിയ ദാനം ലോകത്തിൽ നമുക്ക് വേറെ ഒന്നും പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വണ്ടർഫുൾ. എന്നാൽ അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? യേശുവിനെ തന്നിട്ടുണ്ട്. കളയരുതേ. ഇത്രയും വിലയുള്ള സാധനം
ഇത്രയും വിലയുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ലഘുവായിട്ട് എടുക്കരുത്. കിട്ടിയത് വിട്ടുകളയരുത്. ഒരു നിധിയാണ്, അത് വിട്ടുകളയരുത്. ഇറ്റ്സ് എ ട്രഷർ, അല്ലേ? ആ നിധി കിട്ടിയവന്റെ സന്തോഷമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാര്യം നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ക്രിസ്തു വസിക്കണം, ആത്മാവ് വസിക്കണം, പിതാവ് വസിക്കണം. എത്രത്തോളം വസിക്കണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ നമ്മൾ അവിടെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം, അല്ലാതെ ഒരു ചെറിയ അളവൊന്നുമല്ല. എന്താണ്? അവൻ്റെ അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. അതിന് അളവൊന്നുമില്ല. ഏത്? ഈ ആത്മീക വരങ്ങൾ, ആത്മീക അനുഗ്രഹങ്ങൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിന് ഇച്ചിരി വസിക്കുകയല്ല. എന്താണ്? അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ ആത്മീക അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുന്നു, ക്രിസ്തുവിനെ നൽകുന്നു, നമ്മുടെ ഇന്നർമാനെ ശക്തിപ്പെടുത്തുന്നു. ഇതാണ് ക്രിസ്തു ചെയ്യുന്നത്. കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത് ഭൂമിയിലെ ധനം കൊണ്ടല്ല, പ്രത്യുത എന്ത് ധനം കൊണ്ടാണ്? സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും. അവൻ്റെ മഹത്വത്തിൻ്റെ ധനമാണ്. നമ്മളൊരു പക്ഷേ റിച്ച് ആയിരിക്കത്തില്ല. ലോകത്തിൽ പണമുള്ളവൻ ഒരു റിച്ച് ലൈഫാണ് നയിക്കുന്നത്, അല്ലേ? നമ്മൾ പറയും ഈസ് ലിവിങ് എ റിച്ച് ലൈഫ്. പക്ഷേ നമ്മൾ ഒരു റിച്ച് ലൈഫല്ല, നമ്മളൊരു ഗ്ലോറിയസ് ലൈഫാണ്. അവരുടേത് സമ്പന്നമായ ഒരു ജീവിതമാണെങ്കിൽ നമ്മുടേത് മഹത്വപൂർണമായ ഒരു ജീവിതമാണ്. കാര്യം എന്തുകൊണ്ടാണ്? അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ നമുക്ക് പകർന്നു തരുന്നത് ഗ്ലോറിയാണ്. ഇറ്റ് ഈസ് നോട്ട് റിച്ചസ് ഓഫ് ദിസ് വേൾഡ്. ഇവിടുത്തെ വെള്ളിയോ പൊന്നോ സ്വർണ്ണമോ ഒന്നും അല്ല ദൈവം നമുക്ക് പകർന്നു തരുന്നത്. എന്താണ്? അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം. പ്രിയമുള്ളവരെ, അങ്ങനെ ആ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു നമ്മിൽ നിറഞ്ഞു വരുമ്പോൾ പിന്നെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, അവിടെ അതാണ് അതിൻ്റെ സ്നേഹം, ഇല്ലേ? ആ സ്നേഹം, അതിൻ്റെ ആഴം, ഉയരം, നീളം, വീതി, നമ്മുടെ ലൈഫെല്ലാം അങ്ങ് വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ പറന്ന് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പറന്ന് നടക്കുക. അപ്പം ഞാൻ പലപ്പോഴും ആളുകൾ ഈ ക്രിസ്തീയ ജീവിതത്തെയൊക്കെ ഒരു ഭാരമായിട്ടൊക്കെ ചിന്തിക്കുക. ഇത് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ, ഇല്ലേ? ഇതൊരു ഭാരമല്ല. നമ്മൾ പറന്നു നടക്കത്തക്ക രീതിയിലുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു സ്റ്റേജാണ്. ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്റ്റേജ്. ജോൺ പൈപ്പർ പറയുന്നത് ക്രിസ്ത്യൻ ഹെഡോണിസ്റ്റ് എന്ന പുള്ളി അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. ആനന്ദ ജീവിതമാണിത്. ആനന്ദ ജീവിതം, സന്തോഷത്തിൻ്റെ ജീവിതം, ഇല്ലേ? സന്തോഷത്തിൻ്റെ ജീവിതം. ഇത് ലോകത്തിലെ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് അറിയാവുന്ന കൊച്ചുകുഞ്ഞോശി പാടിയതുപോലെ ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. ആത്മസുഖം, ആത്മാവിലെ സൗഖ്യം, യേശുവിനിൽ നിറയുന്ന ഒരു സ്റ്റേജ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ നിറവ് നമുക്കുണ്ടാകണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ അനുഭവം നമ്മൾ വിട്ടുകളയരുത്. നമ്മളൊരു ഭൂമിയിലൊരു വിന്നർമാനാകാനല്ല, ഭൂമിയിലൊരു ധനികനാകുവാനല്ല. നമ്മുടെ ഇന്നർമാൻ, വിന്നർമാനെ വിട്ടുകളാ, ഇന്നർമാൻ. ഭൂമിയിലെ ധനം വിട്ടുകളാ. പകരം എന്താ? ഭൂമിയിലെ ധനികർ ഒരു സമ്പന്ന ജീവിതം ജീവിക്കും. പക്ഷെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ്? ഗ്ലോറിയസ് ലൈഫ്, ഗ്ലോറിയസ് ലൈഫ്, മഹത്വപൂർണമായ ഒരു ജീവിതം. സമ്പന്ന ജീവിതമല്ലല്ലോ മഹത്വപൂർണമായ ജീവിതം. അവർക്ക് മഹത്വമില്ല, അവർക്ക് ഗ്ലോറി ഇല്ല. പക്ഷെ നമുക്ക് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മിലേക്ക് വാരിക്കോരി തന്നിരിക്കുക ദൈവം. ആത്മിക അനുഗ്രഹങ്ങൾ അവനെ തന്നെ, ക്രിസ്തുവിനെ തന്നെ അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നുക മാത്രമല്ല, എന്താണ്? ഗ്രൗണ്ടഡ്, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്, അടിസ്ഥാനമുള്ളവരായി. ഇതിൻ്റെ ഓരോ വാക്കും പറയണമെങ്കിൽ തന്നെ എത്ര മണിക്കൂർ എടുക്കും? പോൾ പറയുന്ന ഈ വാക്കുകളൊക്കെ ഒറ്റയടിക്ക് വേണമെങ്കിൽ വായിച്ചു പോകാൻ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങ് എലൈറ്റഡ് ആവുകയാണ്. നമ്മളൊരു വേറെ ലോകത്തിലേക്ക് കയറുകയാണ്, ആ സുഖത്തിൻ്റെ ലോകത്തിലേക്ക്. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മാവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ നിൻ്റെ രക്തം കൊടുത്ത് നീ വീണ്ടെടുത്ത് നീതീകരിച്ച് നീതിമാനായ പിതാവുമായി ബന്ധിപ്പിച്ചു. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ക്രൂശിൽ നീ മനുഷ്യനെയും ദൈവത്തെയും യോജിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു എന്നുള്ളതോർത്തും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരു മഴവില്ലിൽ പല നിറങ്ങൾ കയറിക്കൂടി അത് മനോഹരമാക്കുന്നത് പോലെ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് കർത്താവെ, ഒരു പരിധിവരെ ശത്രുപക്ഷത്തുണ്ടായിരുന്നവരും
അങ്ങനെയുള്ളവരെ പോലും മിത്രങ്ങളാക്കി, ശത്രുത്വമില്ലാതെയാക്കി, ഞങ്ങളെ ഒന്നാക്കി തീർത്ത നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ക്രൂശിൽ നീ മനുഷ്യനെയും ദൈവത്തെയും മാത്രമല്ല, ഇരുപക്ഷത്തെയും വ്യത്യസ്തമായ ചിന്താഗതി വെച്ച് പുലർത്തിക്കിടുന്ന ശത്രുക്കളായി ചിന്തിച്ചിരുന്നവരെ പോലെയും ഏക ശരീരത്തിലേക്ക് വിളിച്ചു ചേർത്ത, ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനം നേടിത്തന്ന കൃപയ്ക്കായി സ്തോത്രം. വ്യത്യസ്ത വർണ്ണങ്ങളിലെ കല്ലുകളെ കൊണ്ട് നീ സഭയുടെ കെട്ടിടം പണിയുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി ഞങ്ങളെ തീർത്തതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ആ സഭയോടുള്ള നിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, നീയും ഞങ്ങളും തമ്മിലുള്ള, സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, അറിയുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഔട്ടർ മാനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയല്ല, പ്രത്യുത ഞങ്ങളുടെ ഇന്നർ മാനെ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കണമേ. ഞങ്ങളുടെ സഭകളെ നീ ഒരുക്കണമേ കർത്താവേ. ഇന്ന് പല സഭകളും പുറമേയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കേറ്റർ ചെയ്യുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവസഭ, ഞങ്ങളുടെ സഭകൾ കർത്താവേ, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഡിവോട്ടഡ് ആയിട്ടുള്ള സഭകളാക്കി ഞങ്ങളുടെ സഭകളെ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് അതിനുള്ള ഒരു വലിയ ആത്മീക അനുഭവത്തെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഒരു ആത്മീകമായ വിശപ്പിനെ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആത്മീക വിശപ്പ്, അതിനെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെ കർത്താവെ, അങ്ങനെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാനല്ല, പ്രത്യുത വിശപ്പോടുകൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി ഗ്രൗണ്ടഡായി അടിസ്ഥാനമുള്ളവരായി അതൊന്ന് അനുഭവിച്ചറിയാൻ, ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും നിൻ്റെ പാറ്റിംഗ് ഒന്ന് അനുഭവിക്കാനും ഒക്കെ കർത്താവെ, അങ്ങനെ അത് ഞങ്ങളുടെ ആത്മാവിലൊന്ന് ഒരു സൗഖ്യമാക്കി നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഏറ്റവും ആത്യന്തികമായി സകലതും നിറയ്ക്കുന്നവൻ്റെ നിറവായി നീ ഞങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. വി വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് യു ഓ ഗോഡ്. ലോകത്തിലെ ധനം കൊണ്ടല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു സമ്പന്ന ജീവിതമല്ല ആവശ്യം. ഞങ്ങൾക്കൊരു ഗ്ലോറിയസ് ലൈഫാണ്, ഒരു മഹത്വപൂർണ്ണമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അതിനാവശ്യമായിരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ നിറയുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഒരു പുത്തൻ ആത്മീക ഉണർവിനെ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.